പമ്പിലേക്ക് പോയാൽ പമ്പ് അറിയത്തില്ലേ? അൺലോക്ക് ചെയ്താൽ മതിയാ? ആ ഉണ്ട്. സർവീസൊക്കെ ഉണ്ട്. ഒരുത്ത് ചാടിയതാ, വെള്ളത്തിൽ ചാടി കളിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ. 360 ക്യാമറ ഇല്ല. അത് ഇപ്പോഴത്തെ അതിനകത്തല്ലേ വന്നോളൂ. ആണോ? പുതിയ ഓക്കെ. ഇത് ഏത് വർഷത്തെ? 2022. 28,000 കിലോമീറ്റർ. ആ, നേരെ ഇപ്പം ഈ മോഡലിൻ്റെ ഇതിലുണ്ടോ അതോ ഇപ്പം റീസെൻ്റ്ലി വന്ന ഫേസ് ലിഫ്റ്റിലാണോ 360 റീസെൻ്റ്ലി വന്ന ഫേസ് ലിഫ്റ്റിൽ 2024 ഫേസ് ലിഫ്റ്റ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഓക്കെ, അതിനകത്താണ് 360 വരുന്നത്. ഓക്കെ. ഇത്
ഫസ്റ്റ് ഓണർ വണ്ടിയാണോ? ആ ഫസ്റ്റ് ഓണർ. ഓക്കെ. എത്ര അതിൻ്റെ ആസ്കിങ് പ്രൈസ് ഒക്കെ? ആസ്കിങ് പ്രൈസ് വരുന്നത് 14 lakhs ആണ്. ലക്ഷം. ഓക്കെ. 28,000 ഓടിയത്. അതെ അതെ. ഓക്കെ. വാറണ്ടി ഒക്കെ ഉള്ളതാണോ? ആ വാറണ്ടി ഇപ്പം നമുക്ക് 2025 വരെ 3 വർഷമാണ് ന്യൂ കാറിന്റെ വാറണ്ടി ഓൾറെഡി വരുന്നത്. വണ്ടിക്ക് ഇപ്പം 2022 വണ്ടി ആയതുകൊണ്ട് തന്നെ 2025 അതുവരെ വാറണ്ടി ഉണ്ടാവും. ന്യൂ കാറിന്റെ തന്നെ വാറണ്ടി ഉണ്ടാവും. 25 വരെ അന്നേരം എല്ലാ വാറണ്ടിയിലും എല്ലാ വാറണ്ടിയും കിടക്കുന്നതാണ് വണ്ടി. എത്ര കിലോമീറ്റേഴ്സ് വരെ? കിലോമീറ്റേഴ്സ് 50,000 ആണെന്ന് തോന്നുന്നു. ഇപ്പം അതിൻ്റെ സൺറൂഫ് ഒക്കെ ഉണ്ടല്ലേ? ആ പനോരമിക് സൺറൂഫ് ആണ്. ഇത് ആക്ച്വലി നമ്മുടെ മാനുവലില് ടോപ്പ് എൻഡ് ആണ്. ഓക്കെ. അത് SX ഓപ്ഷൻ. SX ആണ് മാനുവലില് ടോപ്പ് എൻഡ് എന്ന് പറയുന്നത്. SX ആണ്. ഓട്ടോമാറ്റിക് ആണോ? ഓപ്ഷൻ അല്ലേ വരുന്നത്? അതെ അതെ അതെ. അല്ലേ അത്? 1.5. മൈലേജ് ഒക്കെ എന്ത് കാണും? മൈലേജ് നമുക്ക് ലോങ്ങിലൊക്കെ ഒരു 15 അടുപ്പിച്ചൊക്കെ കിട്ടുന്നുണ്ടെന്ന് കസ്റ്റമർ പറയുന്നുണ്ട്. എങ്കിലും നമുക്ക് 12 തൊട്ട് 15 ആ ഒരു റേഞ്ചാണ് മെയിനായിട്ട് കിട്ടാൻ ചാൻസ് ഉള്ളത്. ഓക്കെ. ഇപ്പോൾ ഈ പറഞ്ഞ 14 lakhs നെഗോഷ്യബിൾ ആണോ? അതെ നെഗോഷ്യബിൾ ആണ്. ബ്രോക്ക് അങ്ങോട്ടാ പോകണ്ടല്ലേ? എന്തെങ്കിലും എടുത്തു പറയാനായിട്ടുണ്ടോ? എടുത്തു പറയാൻ നമുക്കിപ്പോ നമുക്ക് 2 വണ്ടിയാണോ 2 കാറ്റഗറിയിലാണ് വണ്ടി ആക്ച്വലി വരുന്നത്. ഒന്ന് സർട്ടിഫൈഡ് അല്ലാതെ അൺസർട്ടിഫൈഡ് എന്നുള്ള കാറ്റഗറി. ഇപ്പം സർട്ടിഫൈഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഉണ്ടായുടെ വണ്ടികളാണ് മെയിൻ ആയിട്ട് സർട്ടിഫൈഡ് കാറ്റഗറിയിൽ വരുന്നത്. അതിലിപ്പം 7 years ഓൾഡ് ആയിട്ടുള്ള വണ്ടികളാണെന്നുണ്ടെങ്കിൽ നമ്മൾ 10 yearsഉം 1 yearഉം 2 ഫ്രീ സർവീസും കൊടുക്കുന്നുണ്ട്. അതിൽ 10 years ആണ് ഓൾഡ് ആയിട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ, അതായത് 7 to 10 years വരുമല്ലോ, അങ്ങനെയുള്ള വണ്ടിക്ക് നമുക്ക് 6 months വാറണ്ടിയും 1 ഫ്രീ സർവീസും ആണ് കൊടുക്കുന്നത്. അപ്പോൾ സർട്ടിഫൈഡ് വാഹനങ്ങൾ നമ്മൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്യുമ്പം ഒന്ന് മെയിനായിട്ട് ഉള്ളൊരു ഇത് ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേജർ ആക്സിഡന്റ് ഉണ്ടാവില്ല, ഫ്ലഡ് എഫക്റ്റ് ഉണ്ടാവില്ല. ഇത് രണ്ടും നമ്മൾ വാറണ്ടി ഇത് രണ്ടും ചെക്ക് ചെയ്യും. മെയിനായിട്ട് ഇത് രണ്ടും ചെക്ക് ചെയ്തിട്ടാണ് വാറണ്ടി ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഒരു കസ്റ്റമറിന് ഇവിടെ നിന്ന് എടുക്കുമ്പം വാറണ്ടി ആ ഒരു ബേസിൽ നമ്മൾ വാറണ്ടി കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ 2 കാര്യങ്ങൾ ഇല്ല എന്നുള്ള കാര്യം കസ്റ്റമറിന് കൺഫേം ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് തന്നെ ആക്സിഡന്റ് ഹിസ്റ്ററി ഒക്കെ എടുക്കുകയും ചെയ്യാം. അതെല്ലാം ഉണ്ടായുടെ വണ്ടികളാകുമ്പോൾ നമുക്ക് തന്നെ ഏത് റീപ്ലേസ്മെന്റ് ആണെങ്കിലും ശരി, എന്താണെങ്കിലും ശരി, അത് നമുക്ക് അറിയാൻ പറ്റും എന്തുണ്ടെങ്കിലും. ഇത് രണ്ടും മെയിനായിട്ട് സർട്ടിഫൈഡിനകത്ത് വരുന്നതിന്റെ ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറയുന്നത് ഈ ഒരു കാര്യമാണ്. ആക്സിഡന്റ് ഉണ്ടാവത്തില്ല, ഫ്ലഡ് എഫക്റ്റ് ഉണ്ടാവത്തില്ല. ആ ഒരു കാര്യത്തിൽ നമുക്ക് 100% ഷുവർട്ടി കൊടുക്കാൻ പറ്റും. പിന്നെ ഇവിടെ മാത്രമല്ല, എല്ലാ ഓൾ കേരളയിലും ഒരുപാട് സ്റ്റോക്കുകൾ വേറെ വണ്ടികളുണ്ട്. ക്രെറ്റ ആണെങ്കിലും
വേറെ കമ്പനിയുടെ വണ്ടികളും നമുക്കുണ്ട്. ഓക്കെ. പോട്ടെ 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 കയറി ഇച്ചിരി നേരെ എടുത്തോ. ഈ സൈഡ് ചേർന്നു. പോട്ടെ പോട്ടെ. അങ്ങോട്ട് അങ്ങോട്ട് എടുത്തോളച്ചോ. തിരിച്ചാണോ? അത് കുഴപ്പമില്ല, ഇങ്ങോട്ട് ഓക്കെ. അപ്പം താങ്ക്സ് ബ്രോ. എന്തെങ്കിലും ചോദിക്കാം കേട്ടോ. ഇല്ല. ഓക്കെ അപ്പം താങ്ക് യു.